ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ബഹുമാനപ്പെട്ട ഇബ്രാഹിമുവിന് അദ്ഹം റളിയല്ലാഹു അൻഹു വലിയ ആളല്ലേ, ആദ്യം കുറേ കളിച്ചാളാ, പിന്നെ റബ്ബിലേക്ക് കൈമലർത്തിയപ്പോൾ റബ്ബ് ആരും സ്വീകരിക്കേ വലിയ മഹാനായി മാറി. മൂപ്പര് പറഞ്ഞേ ഒരാളോട്, അത്തുഹിബ്ബു അൻ തകൂന വലിയല്ലില്ലാ, മോനെ അള്ളാഹുവിനിക്കുള്ള ഒരു വലിയാവാൻ നീ ഇഷ്ടപ്പെടുന്നു ചോദിച്ചു. നമ്മൾ ഔലിയാക്കന്മാരെ കാണാൻ പോവും, ഓലെ എങ്ങനെ വലിയായി നമ്മൾ ചിന്തിക്കണ്ടേ? ഖാല നഅം, അതെ താല്പര്യമുണ്ട് ഉസ്താദേ. മഹാൻ പറഞ്ഞു, എന്നാൽ ലാ തർഗബ് ഫീ ശൈഇൻ മിനദ് ദുനിയാ വൽ ആഖിറ. മാഷാ അല്ലാഹ്, ഭയങ്കര വർത്തമാനം. ആഖിറത്തിൽ നിന്നും ദുനിയാവിൽ നിന്നുമുള്ള ഒരു വസ്തുവിലും നീ ആഗ്രഹിക്കരുത്. ദുനിയാവ് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി എന്തേ ചെയ്യുക, ആഖിറത്ത് എന്തെങ്കിലും കിട്ടാം. വലിയ വർത്തമാനം നമ്മളോട് നല്ല പറഞ്ഞത് ചെയ്യാൻ, അതായത് അള്ളാഹിനെ കിട്ടാൻ വേണ്ടിയാവും. നിന്റെ നഫ്സിനെ അള്ളാഹുവിനിക്ക് വേണ്ടി ഒഴിച്ചിട്. എന്താ മട്ടം, വലിയ വർത്താന. പിന്നെ അഖ്ബിൽ ബിവജ്ഹിക വകുല്ലിയതിക അലൈഹി ബിൽകുൽ, അല്ലാഹുവിൻ്റെ മേൽ മുന്നിട്. മാഷാ അല്ലാഹ്. എന്തിനു വേണ്ടി? ലിയുഖ്ബില അലൈക വയുവാലിക, ലിയുഖ്ബില അലൈക വയുവാലിക, നിന്റെ മേൽ അള്ളാഹു മുന്നിടാൻ വേണ്ടിയും നിന്നോട് സ്നേഹബന്ധം പുലർത്താൻ വേണ്ടിയും. മാഷാ അല്ലാഹ്. അങ്ങനെ അള്ളാഹിൻ്റെ ഔലിയാവല്, അള്ളാഹുവിൻ്റെ പോലെ. അതിനെ എല്ലാം പണിയെടുക്കണം, നല്ല അധ്വാനിക്കണം. അതല്ല എന്നാലും നമ്മൾ പറഞ്ഞമായി കുറേ വെറ്റില ആകെ തുപ്പി, കുറേ 10 മോതിരട്ട്, കുറേ കുളിക്കാതെ മുടിക്കാതെ ജടക്കുത്തി, അതൊന്നും എന്താ, അതൊക്കെ കള്ള ഔലിയാക്കന്മാരുടെ ആളാണ്. അതൊന്നല്ല ഔലിയ. ആ യഥാർത്ഥ വലിയവൻ ചിലപ്പോൾ അതൊക്കെ മറക്കും, അത് വേറെ വിഷയം. മാഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹ് കരുതി നമ്മളങ്ങനെയൊക്കെ ആവുമല്ലോ.